കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജയ് ഭോലേനാഥ, കാശി വിശ്വേശ്വര, മഹേശ്വര, നഞ്ചുണ്ടേശ്വര. നാഗലോകത്തിന് നാഗമാണിക്യം ലഭിക്കുവാനുള്ള സമയമെടുത്തു കഴിഞ്ഞു. ശിവാനിയും ആദിശേഷനും ഒന്നു ചേരുവാനുള്ള സമയം ഇങ്ങടുത്തു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജയ് ഭോലേനാഥ. ഞാൻ തേടി വന്ന ആ മനുഷ്യ കന്യക ആരാണെന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്ത് ഭംഗിയുള്ള പോയത്, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവളാണ് ഞാൻ തേടിക്കൊണ്ടിരുന്ന മനുഷ്യ കന്യക. അവളാണ്. എനിക്ക് വേണ്ടുന്നവളെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചു. എന്താണ് പോലീസ് സാറേ? അല്ല, ഞങ്ങൾ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എവിടേക്ക് പോകുന്നെന്നും എന്തിനാ പോകുന്നതെന്നും ആരെ കാണാൻ വേണ്ടിയാ പോകുന്നെന്നുള്ള വിവരം പോലും നിങ്ങളോട് പറഞ്ഞിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ഇതൊന്നും ആരോടും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എവിടേക്കും പോകുന്നുമില്ല. പക്ഷേ ഈ റൂൾസ് ഒന്നും ചിലർ ഇവിടെ അപ്ലൈ ചെയ്യുന്നുമില്ല. എന്താ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ആരാ ഇതിവിടെ അപ്ലൈ ചെയ്യാത്തെ? നല്ല ചോദ്യ. വേറെ ആരാ? ശിവാനി. തോന്നുമ്പോ ഇറങ്ങി പോകുന്നു, തോന്നുമ്പോ കയറി വരുന്നു. എടാ ഗോവിന്ദ, നീ നിന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടിരിക്കുന്ന പോലെ എല്ലാവരും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശിവാനി കാണാതെ പോയ അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക. അതിനുവേണ്ടിയാ അവള് പുറത്തേക്ക് പോയത്. അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനല്ലേ ഒരു പോലീസ് ഓഫീസർ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ കടമ അദ്ദേഹം ചെയ്യുന്നു എന്നുവെച്ച് അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? തൃശൂലിനെ കണ്ടുപിടിക്കണം. അവൾ അതിനുവേണ്ടി ശ്രമിക്കുന്നേ ഉള്ളൂ. ശിവാനി, നീ ഇപ്പൊ എവിടെ പോയതാ മോളെ? ഞാൻ അമ്പലത്തിലേക്ക് പോയതാ മുത്തശ്ശി. തൃശൂലിനെ കാണാനില്ലെന്ന കാര്യം ഞാൻ സ്വാമിജിയോട് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം എന്നോടൊരു പരിഹാരവും പറഞ്ഞു തന്നു. എന്ത് പരിഹാരം മോളെ? അമ്മേ, ഞാനൊരു വ്രതം അനുഷ്ഠിക്കണമെന്നാ പറഞ്ഞേ. ആ വ്രതം പൂർത്തിയായി കഴിഞ്ഞ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവത്രേ. അപ്പോഴേക്കും തൃശൂല് തിരികെ വരുമെന്നാ പറഞ്ഞത്. അതെയോ? എന്ത് വ്രതം എടുക്കേണ്ടത്? സുമംഗലി വ്രതം. മോഹിനി,
പോയ കാര്യങ്ങളൊക്കെ എന്തായി? അവളെ കണ്ടെത്തിയ ശേഷനാക നമ്മൾ തേടുന്ന ആ മനുഷ്യ കന്യകയെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മകം നക്ഷത്രത്തിലെ അമൃത സമയത്ത് ജനിച്ച ആ കന്യക അവൾ തന്നെയല്ലേ എന്ന് ഞാൻ 2 പ്രാവശ്യം പരീക്ഷണം നടത്തി. അങ്ങനെ അത് അവൾ തന്നെയെന്ന് ഉറപ്പിച്ചു. ശേഷനാക, നമ്മുടെ എല്ലാ കഷ്ടതകളും തീരാൻ പോവുകയാണ്. നീ ആ കന്യകയെ കല്യാണം കഴിച്ചാൽ നാഗമാണിക്യത്തിന് ജീവാംശം കൊടുത്തിട്ട് ആ നാഗമാണിക്യത്തിന്റെ ഒപ്പം നമുക്കിരുവർക്കും നാഗലോകത്തേക്ക് പോയി അവിടെ നമ്മുടെ സാമ്രാജ്യം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ശേഷനാഗ, നമ്മൾ വിജയിച്ചു. ശേഷനാഗ, നമ്മൾ വിജയിച്ചിരിക്കുന്നു. ശിവാനി, അത് വളരെ ബുദ്ധിമുട്ടുള്ള വ്രതമാ മോളെ. പറയുന്നത്ര എളുപ്പമല്ല മോളെ അത് ചെയ്തു തീർക്കാൻ. അതൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ വ്രതമൊന്നും ശിവാനി ഈ സമയത്ത് ചെയ്തുകൂടല്ലോ. കാരണം അവളിപ്പോ പ്രഗ്നന്റ് അല്ലേ. എന്റെ കുഞ്ഞിനോട് അച്ഛനെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ തൃശ്ശൂലിനെ കണ്ടെത്തിയേ പറ്റൂ. വ്രതം എത്ര കഠിനമായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കത് പൂർത്തീകരിച്ചേ പറ്റൂ. എനിക്ക് എന്റെ തൃശ്ശൂൽ വേണം. അല്ല മോളെ, സുമംഗലി വ്രതം എന്ന് വെച്ചാ കുറച്ച് കഷ്ടമാ. ആദ്യ ഭാഗം വലിയ കുഴപ്പമില്ല, ഇത്തിരി എളുപ്പമാ. പക്ഷെ പിന്നീട് വലിയ പ്രയാസം. അതൊക്കെ ശരിയാ, എന്നാലും അത് തരണം ചെയ്യാൻ സാധിക്കും. എന്നാ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ അതാണ് വളരെ പ്രയാസം. മിക്ക ഭക്തർക്കും അത് ചെയ്തു തീർക്കാൻ സാധിക്കാറില്ല. എന്റെ ഭർത്താവിന് വേണ്ടി ആരെക്കൊണ്ടും സാധിക്കാത്തത് എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്ത് തടസ്സം വന്നാലും എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും അതൊക്കെ ഞാൻ നേരിട്ടോളാം മുത്തശ്ശി. വ്രതത്തെക്കുറിച്ച് അമ്പലത്തിലെ പൂജാരിയായിട്ട് സംസാരിച്ചിട്ടാ ഞാൻ വന്നത്. അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ഈ വ്രതം ഞാൻ തീർച്ചയായും പൂർത്തീകരിക്കും. നാഗമാണിക്യത്തിൽ നിന്ന് ജീവാത്മാവ് പുറത്തു പോയിരിക്കുന്നു. അതിനെ തിരികെ കൊണ്ടുവരാനായി, നാഗമാണിക്യത്തിന് ചൈതന്യം വരാനായി ശിവാനി സുമംഗലി വ്രതം ചെയ്യുന്നുണ്ട്. നാഗമാണിക്യത്തിൽ ആര് ജീവാത്മാവിനെ ചേർക്കുന്നുവോ നാഗമാണിക്യം അവരെ സഹായിക്കും. ആദിശേഷൻ അവർക്കുള്ളതായിരിക്കും. അവളുടെ പൂജയ്ക്ക് ഒരു കാരണവശാലും ഭംഗം വരുത്തരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് എനിക്ക് പ്രശ്നമായി തീരും. എങ്കിൽ പിന്നെ ഞാൻ തന്നെ സുമംഗലി വ്രതം എടുത്താൽ എന്താ? പാടില്ല. ശിവാനി ആദിശേഷന്റെ അർദ്ധാംഗിയാണ്. കാരണം അവൾക്ക് അധികാരമുണ്ട്. നിനക്കും ആ പൂജ നടത്തണമെങ്കിൽ ശിവാലയത്തിലേക്ക് ചെന്ന് ആദിശേഷൻ നിന്റെ പതിയായ രീതിയിൽ സങ്കല്പ പൂജ നടത്തൂ. നന്മയുണ്ടാകട്ടെ. ശിവാനി, നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? എന്തോ വ്രതം ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലോ. എല്ലാവരും പറഞ്ഞില്ലേ അത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന്. അത് നിങ്ങളുടെ ജീവന് പോലും അപകടമാണെന്ന് കേട്ടത്. അപ്പൊ പിന്നെ ഈ വ്രതം നടത്തേണ്ട കാര്യമുണ്ടോ? അതുമല്ല, നിങ്ങളിപ്പോ ഗർഭിണിയാണ്. ഈ സമയത്ത് അമ്പലം, പൂജ, വ്രതം എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അത് എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എടുക്കുന്ന വ്രതമല്ലേ? ഷേ, നിങ്ങളുടെ ഭർത്താവ് എവിടെ പോയിരിക്കുകയാണ്, മിസ്സായിരിക്കുകയാണ്. അവനെവിടെയെന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അവനെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നോക്ക്, നമുക്ക് വേണ്ടപ്പെട്ട ആളെ കാണാതായാൽ ആർക്കായാലും വിഷമമുണ്ടാവും.
അതിനുവേണ്ടി ഈ വേണ്ടാത്ത വ്രതമൊക്കെ എടുത്ത് വെറുതെ നിങ്ങളുടെ ആരോഗ്യം കളയണോ? ശിവാനി നോക്ക്, നിങ്ങളോടായി ചോദിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? നോക്ക് ശിവാനി, ഈ അമ്പലം, പൂജ, വ്രതം ഇതൊന്നും ഇപ്പൊ നോക്കേ വേണ്ട, അത്ര തന്നെ. അല്ല, ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ? എന്നോട് സ്നേഹം കാണിക്കുന്നതിനും എന്നോട് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയാനുള്ള അവകാശം തൃശ്ശൂരിൽ മാത്രമാ. കാരണം അവൻ എന്റെ ഭർത്താവാ. അങ്ങനെയുള്ളപ്പോ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോ. വെറുതെ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരരുത്. ശേഷ, എന്റെ ആഗ്രഹം നീ നടത്തിത്തരുമോ? മോഹിനി, നിന്റെ വാക്ക് ഞാൻ പാലിക്കാതിരിക്കോ? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ നാം ഇരുവരും ഇപ്പോൾ ഭൂമിയിലേക്ക് പോകണം. ഭൂമിയിലേക്കോ? എന്തിനാണ് മോഹിനി? ഇത് എന്തൊരു ചോദ്യമാണ് ശേഷനാഗ? നോക്കൂ, നീ കല്യാണം കഴിക്കേണ്ട ആ കന്യക ഉള്ളത് ഭൂമിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളെ നീ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് പോയേ മതിയാകൂ. നിനക്ക് അവളുടെ മേൽ പ്രണയം തോന്നാനേ പാടില്ല. നിന്റെ പ്രണയത്തിന്റെ ഓരോ കണികകളും എന്നോട് മാത്രമായിരിക്കണം. ഇത് നീ മറക്കാൻ പാടില്ല ശേഷനാഗ. അവളോട് നിനക്കൊരിത്തിരി പ്രണയം തോന്നിയാൽ പോലും നാഗമാണിക്യത്തിൽ ജീവാംശം ചേർക്കാൻ നിനക്ക് സാധിക്കില്ല. പിന്നെ എന്തിനു ഞാൻ ഭൂമിയിലേക്ക് പോകണം മോഹിനി? എന്നെ കൊണ്ടാവില്ല. ഈ കഴിഞ്ഞ 125 സംവത്സരങ്ങളും ഞാൻ വെറും കല്ല് മാത്രമായിരുന്നില്ലേ? എന്നിട്ട് എന്തിനു മോഹിനി നീ വീണ്ടും 125 സംവത്സരങ്ങൾ ദൂരേക്കകലുന്ന വാക്കുകൾ പറയുന്നത് എന്തിനു മോഹിനി? നീ ഈ കാര്യം ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ രണ്ടാളും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ശേഷനാഗ. ദയവേത് എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ നടത്താൻ പോകുന്ന പൂജ വേണ്ടെന്ന് എന്നോട് പറയരുത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ തൃശ്ശൂൽ എവിടെയാണെങ്കിലും, ഏത് രൂപത്തിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും ഈ പൂജ കഴിയുമ്പോഴേക്കും അവൻ എന്നിലേക്ക് തിരികെ വരും. അവൻ തിരിച്ചു വരാനായിട്ട് ഏത് പൂജ വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. എന്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. എന്റെ തൃശ്ശൂലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. ഈ നിമിഷവും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ, പ്രതീക്ഷയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ തൃശ്ശൂലിന് വേണ്ടി മാത്രമാണ്. ഇനി ഞാൻ എന്ത് പൂജ ചെയ്താലും, വ്രതം അനുഷ്ഠിച്ചാലും, പ്രാണൻ തന്നെ കളഞ്ഞാലും അതൊക്കെ തന്നെ എന്റെ തൃശ്ശൂലിന് വേണ്ടി മാത്രമാണ്. ഞാൻ ജീവിക്കുന്നത് പോലും അവന് വേണ്ടിയാ. അതുകൊണ്ട് ദയവേദി ഇനി ഒരിക്കലും എന്നോട് വ്രതം അനുഷ്ഠിക്കേണ്ട, പൂജ ചെയ്യേണ്ട എന്നൊന്നും പറയാൻ വേണ്ടി വരരുത്. ശിവാനി, നിന്റെ സ്നേഹം നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ. ഇത്രത്തോളം സ്നേഹിക്കുന്ന നിന്നെ ദൈവം എനിക്ക് ഭാര്യയായി തന്നല്ലോ. പക്ഷേ എന്റെ നിസ്സഹായാവസ്ഥ നോക്ക്. ഞാനാണ് നിന്റെ തൃശ്ശൂർ, ഞാനാണ് നിന്റെ ഭർത്താവ്. ഇതൊക്കെ നിന്നോട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ നീ എത്ര തവണ എന്നോട് ചോദിച്ചാലും ഇതിനുള്ള ഉത്തരം എനിക്ക് തരാൻ സാധിക്കില്ല. എന്നോട് ക്ഷമിക്ക് ശിവാനി. നിന്റെ പ്രണയം എത്രത്തോളം സത്യമാണെന്നും അതെത്രത്തോളം ആഴമുള്ളതാണെന്നും എനിക്കറിയാം ശിവാനി. ഞാൻ കാരണം നീ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾക്ക് വിധേയായിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഞാൻ എത്ര വേണമെങ്കിലും വേദന സഹിക്കാം. അവൾക്കൊരിത്തിരി സന്തോഷം കൊടുക്കൂ. അവളിങ്ങനെ കഷ്ടപ്പെടുന്നു നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ദൈവമേ. നീ കല്ലായി മാറിയിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ആ നാഗലോകത്തുള്ളവർ ജീവിക്കുന്നു. ഇപ്പോൾ നീ ശാപവിമോചനനായിട്ട് നീ എന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ ജീവിക്കുന്നു എന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ നാഗലോകത്തുള്ളവർ മുഴുവനും നിന്റെ മേൽ ദണ്ഡനം നടത്തും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിനക്ക് അവരെ എതിർത്ത് നിൽക്കാൻ നിനക്ക് ആ ചൈതന്യം ഉണ്ടായിരിക്കണം. ആ ചൈതന്യം നിന്നിൽ എത്തിച്ചേരണമെങ്കിൽ നാഗമാണിക്യത്തിന് ജീവാത്മാവ് കൊടുക്കുന്ന കാര്യം നീ മറന്നു പോകരുത്. അതുണ്ടാവണമെങ്കിൽ
മകം നക്ഷത്രത്തിൽ അമൃതം സമയത്ത് ജനിച്ച ആ മനുഷ്യ കന്യകയെ നീ കല്യാണം കഴിച്ചേ മതിയാകൂ. ഒന്ന് മനസ്സിലാക്കൂ ശേഷനാഗ, നീ നാഗമാണിക്യം നേടിയിട്ട് നീ നാഗലോകത്തിന്റെ അവസാനം കാണണം. പിന്നീട് നമുക്ക് ചിരഞ്ജീവികളായി മാറാം. മോഹിനി, നീയല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖം പോലും എന്റെ മനസ്സിലുണ്ടാവില്ല. എന്നെ കൊണ്ട് ആകില്ലെന്ന് മാത്രം പറയരുത് ശേഷനാഗ. എന്റെ വാക്ക് കേൾക്കാമെന്ന് നീ സത്യം ചെയ്തു തന്നതാണ്. ശരി, ഞാൻ നിനക്ക് തന്ന വാക്കൊരിക്കലും തെറ്റിക്കാൻ പോകുന്നില്ല. വേറൊരു വഴിയുമില്ല എനിക്ക്. നിനക്ക് വാക്ക് തന്ന പോലെ ഞാൻ ഭൂമിയിലേക്ക് പോകാം മോഹിനി. ശേഷ, ഇനി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സാർ വന്നിട്ട് എത്ര ദിവസമായി? എന്റെ മകനും വീട്ടിലില്ല. അവൻ എവിടെ പോയി, എങ്ങോട്ട് പോയി, എന്തിനാ പോയെന്നൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നോട് ക്ഷമിക്കണം. അവൻ എവിടെ ഉണ്ടെങ്കിലും ദിവസം ഒരു കോളെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷെ ഇതുവരെ ഒരു ഫോൺ പോലും വന്നില്ല. ഞാൻ എത്ര തവണ അവനെ വിളിച്ചിട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. സാർ, എനിക്ക് വല്ലാണ്ട് പേടി തോന്നുക. അവനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞു സാർ? ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ വിശ്വസിക്കൂ. ഞാൻ എങ്ങനെ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നുവോ അതുപോലെ ഒരു ദിവസം തൃശ്ശൂരിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അതിനി അധികം താമസമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചോ? അതൊന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിൽ എത്രത്തോളം സുരക്ഷിതനാണോ അതുപോലെ തൃശ്ശൂരും സുരക്ഷിതനാണ്. ഞാൻ അങ്ങയുടെ ഈ വാക്കുകൾ വിശ്വസിക്കൂ? ഞാൻ ഈ പറയുന്ന വാക്കുകളിലൊന്നും ഒരു കള്ളത്തരവുമില്ല. നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഇപ്പോഴാ സാറേ എനിക്ക് സമാധാനമായത്. നന്ദിയുണ്ട്. എന്റെ മോനെ കാണാനില്ലാത്തതുകൊണ്ട് എന്റെ മരുമകൾ ഒരുപാട് കഷ്ടപ്പെട്ട് വ്രതം എടുക്കാൻ പോവാ. പക്ഷെ എന്റെ മോൻ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനിതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. എല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് നമുക്ക് കരുതാം. ഇപ്പോഴെനിക്കത് മാത്രമേ പറയാൻ സാധിക്കൂ. ശിവാനി, അമ്പലത്തിലേക്ക് പോവാണോ? ആ അമ്മ, ഇന്നു മുതല് വ്രതം ആരംഭിക്കുകയാണ്. നന്മയുണ്ടാവട്ടെ. ശിവാനി, നീ ചെയ്യാൻ പോകുന്നത് വളരെ കഠിനമായ വ്രതമാണ്. സൂക്ഷിച്ച് ചെയ്യണേ മോളെ. എന്ത് കഠിനം? ഞാനായിരുന്നെങ്കിൽ ഒരു റിസ്കും ഇല്ലാതെ ചെയ്തു തീർത്തേനെ. അല്ല, ഭഗവാന് ചെയ്യുന്ന പൂജ തന്നെ കഷ്ടമാണെങ്കിൽ എല്ലാം കഷ്ടമായിരിക്കും. ഗോവിന്ദ, ശിവാനി അവളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ വ്രതം നോക്കുന്നത്. നീ ഒരു കാര്യം ചെയ്. നിന്റെ ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി നീ ഒരു വ്രതം എടുക്ക്. അവളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചെത്തിയാ നീ ആ വ്രതം ശരിയായിട്ട് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കാം. അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. ദീർഘസുമംഗലി ഭവ. നന്മയുണ്ടാകട്ടെ മോളെ. നിന്റെ വ്രതം നിർവിഘ്നമായി നടക്കട്ടെ. നീ ഈ വ്രതം എടുക്കുമ്പോ നിനക്കൊരു ബുദ്ധിമുട്ടുകളും വരാതിരിക്കട്ടെ. നിന്റെ പൂജയ്ക്ക് മുൻപും അതിനുശേഷവും ഓം ഗണപതിയെ നമഃ എന്നുറപ്പായും ചൊല്ലണം. ആയിക്കോട്ടെ മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. പോയി വാ മോളെ, നന്മയുണ്ടാവട്ടെ. ഗുരുക്കളെ, എന്താ ദിഗ്വിജയ? അത് ആ ശിവാനി വീണ്ടും ഒരു പ്രശ്നം തുടങ്ങി വെച്ചിരിക്കുക. അതിന്റെ പരിണാമത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ആകെ പേടി തോന്നുക. കാര്യമറിയാതെ ഞാൻ എന്തു പറയാനാണ്? വിഷയം എന്തെന്ന് പറയൂ. അത് പിന്നെ ഈ സുമംഗലി വ്രതം നടത്താൻ പോവത്രേ.
അവൾ എന്ത് വ്രതം വേണമെങ്കിലും നടത്തട്ടെ, അതിന് നിനക്കെന്താ? ഗുരുക്കളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഗുരുക്കളെ. ദേ നോക്ക്, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, നാഗറാണി ഒന്നാമതേ ശക്തിയുള്ളവളാ. അതിനു പുറമെ പൂജ വ്രതം എന്നൊക്കെ പറഞ്ഞ അധികം ശക്തി നേടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാലോ അവൾ വന്നത് ആദിശേഷനെ തേടിയാണെന്നുള്ള കാര്യം. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആ അഭയ് ആദിശേഷനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ അവരൊന്നിക്കുക തന്നെ ചെയ്യും. പിന്നെ അവരിരുവരും ചേർന്ന് നമുക്കെതിരെ തിരിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിനു മുമ്പേ എന്ത് ചെയ്തിട്ടായാലും ശരി അവൾ ഇല്ലാതാക്കണം. ദിഗ്വിജയ, എന്റെ ജ്യേഷ്ഠൻ ത്രയംബകൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നാഗമാണിക്യം നമ്മുടെ കയ്യിൽ വരും വരെ നാഗറാണിക്കാവട്ടെ ആദിശേഷനാവട്ടെ യാതൊന്നും തന്നെ സംഭവിക്കരുതെന്ന്, അല്ലേ? അതാണിപ്പോ ആകെ പ്രശ്നമായിരിക്കുന്നേ. നിങ്ങളുടെ ജ്യേഷ്ഠൻ ഓരോന്ന് പറയും, അവളാണെങ്കിൽ പൂജ ആരംഭിച്ചിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാകും.